പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഴിമതി കാണിക്കുന്നത് പാർട്ടി നയമല്ല, അതിനെതിരെ പറയുന്നതല്ല. പാർട്ടിക്കെതിരെ വഞ്ചന കാണിക്കുന്നത് പാർട്ടി നയമല്ല. ഐഡിയോളജിയെ കുഴിച്ചുകൂടുന്ന പാർട്ടി നയമല്ല. വൈകിട്ട് പോയി മദ്യപിക്കുന്നത് പാർട്ടി നയമല്ല. മദ്യപിച്ച രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി നയമല്ല. കേട്ടല്ലോ. അപ്പം അതിനൊക്കെ എതിരായി ഇനിയും സംസാരിക്കും, സാമൂഹ്യ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത് പാർട്ടി ഇതെല്ലാം ചെയ്യാനാണ് ഈ പാർട്ടി ഉണ്ടാക്കിയേക്കുന്നത്. അത് ചെയ്യാത്ത ഇവനെ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. എന്ത് ചിന്തിക്കുന്നത്? അഗ്ലി ഹൂളിഗാനിസവും അഗ്ലി ക്രിമിനലിസവും അല്ലേ സാധാരണ ഉള്ളതാണോ? ഭയമുണ്ടോ ആരെങ്കിലും? കോൺഗ്രസിലോട്ട് പോകും. അപ്പോൾ കോൺഗ്രസിലോട്ട് പോയി ഞങ്ങൾ സങ്കല്പിക്കും ഇവർക്ക് വല്ല പ്രയോജനം ഉണ്ടാവും. ഇവർ പ്രചരിപ്പിച്ച പോലെ ഞാൻ കോൺഗ്രസിലോട്ട് പോയി ഞങ്ങൾ സങ്കല്പിക്കാനല്ലേ പറ്റൂ. ഇവർക്ക് വല്ല പ്രയോജനമോ ദോഷമല്ലേ ഉണ്ടാവുള്ളൂ? ഇവർക്ക് ദോഷമല്ലേ ഉണ്ടാവുള്ളൂ. കാരണം എന്നെ ശ്രമിക്കുന്ന പാർട്ടി രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അല്ലാതെ ശ്രമിക്കുന്ന കുറേ അധികം ആളില്ലേ. അവരെല്ലാം തിരിച്ചു കുത്തിയാൽ ഇപ്പം എൻ്റെ കൂടി പിന്തുണ വേണം, ബേബിയുടെ പിന്തുണ വേണം, പിണറായിയുടെ പിന്തുണ വേണം, ഗോതമാഷ പിന്തുണ വേണം, എല്ലാവരുടെയും പിന്തുണ വേണം. അങ്ങനെ ഞങ്ങൾ പാർട്ടി വളർത്തിയത്. 9-8 സീറ്റുണ്ട് ഇവിടെ. 2016-ലും 2021-ലും. 2014 9-7 ഞാനും വൈസക്കും മന്ത്രിമാരാവുമ്പോൾ 5 ഉള്ളൂ. അത് 11 സീറ്റാണ്. മാരാരിക്കുളോ ബദലോ ഉണ്ടെന്ന്. അത് 5 ഉള്ളൂ. 6 UDF. അവിടെ നിന്നാണ് പിന്നെ 2 സീറ്റ് പോയി. 12 മാരാരിക്കുളം പോയല്ലോ. അവിടെ നിന്നാണ് 9-7. ഇപ്പം 2 തവണ 9-8. കഴിഞ്ഞ ഇവിടെ നടത്തിയിട്ടുള്ള ഈ വികസന പ്രവർത്തകരോടക്കം നമുക്ക് എല്ലാ പേരിലല്ലേ ഇപ്പോഴത്തെ MLA ജയിച്ചത്? 11,000 വോട്ടിന്. 1-2 11,000. ഭയങ്കര ഭൂരിപക്ഷമാണ്. എനിക്ക് 23,000 കിട്ടുന്നത് 3ാമത്തെ തവണയാണ്. ആദ്യം എനിക്ക് 12,000 ഉള്ളൂ. ഇത്രയും കാലം പ്രവർത്തിച്ച എനിക്ക് കൈനൂരിൽ തന്നെ എനിക്ക് 5,000 ഉണ്ട്. ഇവിടെ പുന്നപ്പുറ സൗത്തിലൊക്കെ കുറഞ്ഞു പോയി. ഉറക്കാടൊക്കെ അന്ന് കുറവാണ്. ഇപ്പം എല്ലായിടത്തും ലീഡാണ്. എല്ലാ ബൂത്തിലും 5-6 ബൂത്തിലെല്ലാം എനിക്ക് ലീഡായിരുന്നു. എന്തായാലും ആ പരീക്ഷണം നടത്തിയത് 35,000 മുസ്ലിം വോട്ടുണ്ട്. അവരുടെ വോട്ടെല്ലാം പിടിച്ച് തോപ്പിച്ച് കളയാമെന്ന് പറഞ്ഞ് എൻ്റെ പഴയ സുഹൃത്തായിരുന്ന കായംകുളത്തുള്ള ഷേഖ് പി ഹാരിസിനെ പഴയ പാർട്ടി ഡീസിലുണ്ട്. എന്നെ ഞങ്ങളുടെ എതിർത്ത് തോറ്റാളെ കഴിഞ്ഞവണ്. പുള്ളി ഡീസിലുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് മത്സരിച്ചു. ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല. കാരണം അത്ര ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. നമ്മുടെ മുന്നണിയിലായിരുന്നു. പിന്നാണ് അപ്പുറത്ത് പോയത്. ഹാരിസിൻ്റെ മകൻ അച്ഛനോ ഞാനോ റോഡിൽ കൂടെ പോയാൽ എൻ്റെ വീട്ടിൽ കയറാതെ അത് പിതാവ് ഹാരിസും അത്ര അടുപ്പമാണ്. ഞാൻ ഈ ഷേഖിൻ്റെ വീട്ടിൽ പോയി എത്രയോ വർഷം കഴിച്ചിരുന്നു. അദ്ദേഹത്തെ മുനിസിപ്പൽ ചെയർമാനാക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് നോക്കി. പക്ഷേ 2 പേർ കാലുവാരി അദ്ദേഹത്തെ തോൽപ്പിച്ചു വോട്ട് നടന്നപ്പോൾ.